ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് സോയാ ചങ്ക്സ് ഇല്ലേ, സോയാ ചങ്ക്സ് വെച്ചിട്ടൊരു ഡ്രൈ ആയിട്ട് ഒരു റോസ്റ്റ്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ടായിരുന്നു, ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കട്ട് ചെയ്തെടുക്കും, എന്നിട്ട് അതിനെ സ്ക്വീസ് ചെയ്തതിൻ്റെ വെള്ളം ഫുള്ള് കളയും. എന്നിട്ട് സോയ ഞാനൊന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, വലിയ വലിയ പീസായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് ചോപ്പ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇടുന്നത് 2 സാധനങ്ങളേ ഇടുന്നുള്ളൂ. ഒന്ന് വെളുത്തുള്ളി, പിന്നെ ഒരു സവാള, പിന്നെ കുറച്ച് മസാലകൾ, അത് മാത്രമേ നമ്മൾ ചേർക്കുള്ളൂ. ഞാൻ ഈ ഉള്ളി മുഴുവൻ എടുക്കില്ല, ഇതിൻ്റെ ഒരു പകുതിയേ എടുക്കുള്ളൂ. ഇതിൽ ഞാൻ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടി ഫ്ലേവർഫുൾ ആവും, ആ വെളുത്തുള്ളി ഒന്ന് റോസ്റ്റായി വരുന്നത്. ഉള്ളിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കുക്ക് ചെയ്യാൻ. അപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ എണ്ണ, പിന്നെ കുറച്ച് പെരുംജീരകം, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്, പിന്നെ കുറച്ച് ബേ ലീഫും കറുവാപ്പട്ട കുറച്ച്, അതുപോലെ തന്നെ ഗ്രാമ്പു 2-3 ഗ്രാമ്പു. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഇത് ചൂടായിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട്. അധികം എണ്ണ വേണമെന്നില്ല, കുറച്ച് പെരുംജീരകം, അതൊരു എത്ര ഇട്ടാൽ മതി. ഓക്കെ, പെരുംജീരകം, ജീരകം പൊട്ടി വന്നിട്ടുണ്ട്. ജീരകം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കറുവാപ്പട്ട, ഗ്രാമ്പൂ, ആ സാധനങ്ങളെല്ലാം ഇടാം. അധികം സമയം എടുക്കില്ല, വേണ്ട. ഇത് 2 അരിയാനുള്ളൂ. പിന്നെ നമ്മുടെ സോയ, ചോപ്പ് ചെയ്ത് വെച്ച സവാളയാണ്, സവാള ആഡ് ചെയ്യണം. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മസാലകൾ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് 3 കൂടി ഇട്ട്. ഓക്കെ, അപ്പോൾ മസാല ഒന്ന് ഇതായി വന്നിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ ആയിട്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ഇത് ആഡ് ചെയ്യാം, സോയ ആഡ് ചെയ്യാം. നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സോയ അതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അരിഞ്ഞ് ഇതിൻ്റെ വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, ഇത് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം നമുക്ക് ഈ മസാലയായിട്ട്. ഈ സോയ ഈ മസാല തന്നെ അബ്സോർബ് ചെയ്യണം. ഉള്ളപ്പോൾ തന്നെ 2 സാധനം ആഡ് ചെയ്ത് കൊടുക്കുക. ഗരം മസാല ഒരിച്ചിരി, അല്പം കുരുമുളക്, ഇച്ചിരിയുടെ വെള്ളം ഒഴിക്കുക. 5 മിനിറ്റ്സ് ഇത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് 5 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കണം. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനൊന്ന് തുറന്ന് ഇതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി തീ വീണ്ടും ഒരു മീഡിയത്തിലൊക്കെ ആക്കിയിട്ടുണ്ട്. നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി ഒരു 3 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിവേപ്പിലയിട്ട് സാധനം എടുത്തിട്ട് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ. കണ്ടോ, ഇതിങ്ങനെ നല്ലൊരു നമ്മുടെ ബീഫ് ഫ്രൈ ഒക്കെ പോലെ നല്ല ഡ്രൈ ആയിട്ട് വരും. കണ്ടോ, ഈ ലെവലിലാവും. ഇത് നമുക്ക് ചപ്പാത്തി, പിന്നെ ചോറിൻ്റെ കൂടെ സൈഡ് കറിയായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നല്ല ഡ്രൈ ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് കമൻറ്റ് ചെയ്തോളൂ എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു.